അങ്ങനെ ഭവനം ശരിയായി. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് 4 മുറിയുള്ള ഭവനം, പക്ഷേ 5 മുറിയുള്ള 3 നില ഭവനം കിട്ടി. ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു ക്യാപിറ്റൽ ഇല്ലാത്തവ ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഭവനത്തിന് എന്തായാലും ഒരു പേരിടണം. അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, കൃപാസനം എന്ന് പേരിട്ട് ഭവനത്തിന്. വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാം കൃപാസനം എന്ന് അവിടെ പേരിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നടന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഈ ഭവനം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ അത് സമ്മതിച്ചില്ല നടത്താൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അവർക്ക് അത് പറ്റില്ല, ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇന്നും അവരോട് സ്നേഹമൊക്കെ ഉള്ളൂ. എന്നാലും അവരപ്പോൾ നടക്കാത്ത സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത് ഞങ്ങൾ ഗുണ്ടകളെ വെച്ച് ഇതൊക്കെ ഒഴിവാക്കും, ഇതൊന്നും നടത്തി തരില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ ആ ഈശോ മാതാവിൻ്റെ കാശിരൂപത്തിൻ്റെ അത്ഭുതം ഞാൻ അന്ന് മനസ്സിലാക്കണത്. അമ്മ അത് അപ്പൻ്റെ ബനിയത്തിൽ കുളത്തി വെച്ചിട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞങ്ങളുടെ ആ പറമ്പിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അമ്മ മാതാവ് അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഞങ്ങൾ ആ സ്ഥലം അളന്ന് അത് വിറ്റ് ആ പൈസയും നമുക്ക് വീട് പണിയാനായിട്ടൊരു ഈടായിട്ട് വന്നു. അതൊരു രണ്ടാമത്തെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ 2 അത്ഭുതം. പിന്നെ മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം, എനിക്ക് ഈ സ്കിൻ ഡിസീസ് ഉണ്ടായി. ഞാനിപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഡ്രൈ സീസൺ വരുമ്പോൾ എനിക്ക് മേല് മൊത്തം ഇങ്ങനെ ഈ സ്കിന്നിങ്ങനെ പൊലിഞ്ഞ് പോവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഒത്തിരി പേര് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്ന് മാറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം, അപ്പോൾ ഇതൊക്കെ ഒന്ന് കണക്കിലെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങളിത് വന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ തന്നെ നവീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ തന്നെ നവീകരിച്ചു, ദൈവം അനുഗ്രഹിച്ച്. എൻ്റെ അമ്മ അതിലൊത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ നവീകരിക്കാനായിട്ടൊരു വലിയൊരു ഫാക്ടറായിരുന്നു. ഞങ്ങൾ കുടുംബത്തിൽ തന്നെ സമാധാനവും ശാന്തിയും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കിൻ ഡിസീസ് ഞാൻ ഈ നിയോഗത്തിലൂടെ മാതാവ് അതെടുത്ത് മാറ്റി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പുറത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഭവനത്തിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റലൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചത് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേനും എനിക്ക് പുറത്ത് പോകാനൊരു അവസരം കിട്ടി. അതിലൊക്കെ ഒത്തിരി ഞാൻ IELTS പഠിക്കാൻ പോകാനാണെങ്കിലും ഇൻ്റർവ്യൂവിന് പോകാനാണെങ്കിലും ഞാൻ കാശ് രൂപ എൻ്റെ പോക്കറ്റിലിടും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മേത്ത് ഇങ്ങനെ വെനിയത്തിൽ കുത്തിവെച്ച് ഷട്ടൈൻ്റെ പുറത്തിട്ടിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ധൈര്യം. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും വലിയൊരു ധൈര്യമാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ കാറിലാണ് പോകണമെങ്കിൽ ഇപ്പുറത്തെ സീറ്റിൽ ഞാൻ മാതാവ് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. എന്നിട്ട് ഞാൻ മാതാവ് ഉണ്ട്, അപ്പോൾ ഞാൻ പറയും മാതാവ് ഇത് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ കാര്യങ്ങൾ, അപ്പോൾ എല്ലാം സെറ്റാക്കി തരണമെന്ന് ഞാൻ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പരീക്ഷയുടെ സ്ഥലത്താണ് എൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതും. ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ ഇന്നും എന്നെ ആ കാശിരൂപം ഒരു കാര്യത്തിലും എന്താഗ്രഹമാണെങ്കിലും ഒരു കാര്യത്തിലും എന്നെ അത് ഡൗൺ ആക്കിയിട്ടില്ല. ഞാൻ എന്നെ നവീകരിച്ച് ആ കാശിരൂപം എടുത്ത് എന്ത് കാര്യത്തിന് പോയിട്ടുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ട്, എന്ത് കാര്യത്തിന് പോകണോ കാശിരൂപമായിട്ട് പോയാൽ അത് നടക്കും. പിന്നെയുള്ള ഒരു കാര്യം, എൻ്റെ ചേച്ചി പാരീസിൽ പഠിക്കാൻ പോയതാണ്. അപ്പോൾ ആൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് വിസ വരുന്നില്ല, ജോലി വരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ കഷ്ടപ്പാടായിരുന്നു ആൾക്ക് കുറേ നാളത്തേക്ക്. അപ്പോൾ മാതാവിൻ്റെ കാര്യം ഞങ്ങൾ അപ്പോഴാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ മാതാവിനോട് പ്രത്യേകം പറഞ്ഞ് മാതാവ് ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ചേച്ചിക്ക് അങ്ങനെ മാതാവിൻ്റെ വേറൊരു സംരക്ഷണം, അവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അവിടെ ഒരു സംരക്ഷണവും പ്രത്യേക സ്നേഹവും ഒന്നും ഇല്ലെങ്കിലും ആൾക്ക് സമാധാനം സംതൃപ്തിയുണ്ട്.